ഇവിടെ കൊറോണയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വ്യാപനശേഷി വളരെ ഉയർന്നതാണ്. കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ അധികം സമയം വേണ്ട എന്നതാണ്. വൈറസിന്റെ മൊത്തം പ്രശ്നം അത് തന്നെയാണ്. പക്ഷേ കോവിഡിനെ സംബന്ധിച്ച് അതൊന്നും കൂടി കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഒരു പനി വന്നാൽ പോലും നമ്മൾ മാസ്ക് ഒന്നും ധരിക്കാതെയാണ് വീടുകളിലെല്ലാം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടെയുള്ളവരിലേക്കും പകരാം. ഒരുപാട് പേര് വീടുകളിൽ നമ്മളെല്ലാവരും പുറത്തു പോകുന്ന ആളുകളാണ്. അങ്ങനെ അത് സമൂഹത്തിലേക്കും പടരാം. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് നയിക്കാതെ നമ്മൾ തന്നെ ഇപ്പൊ നമുക്ക് പനി വല്ലതും വന്നാൽ മാസ്ക് പോലെയുള്ള സജ്ജീകരണങ്ങൾ, അതേപോലെ സാനിറ്റൈസർ പോലെയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗിച്ച് പനി വന്നു കഴിഞ്ഞാൽ മാക്സിമം മറ്റുള്ളവരുമായി കോണ്ടാക്ട് ഇല്ലാതെ നമ്മൾ സ്വയം അതിനൊരു ജാഗ്രത ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഇവിടെ നമുക്ക് കൊറോണയെ തടുക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ തന്നെ ദിവസം കൂടുന്തോറും ഇപ്പോൾ ആളുകൾ ഒരുപാട് പേര് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഉയർന്നു നിൽക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടി നിൽക്കുന്നതും. അപ്പൊ ആളുകൾ കൂടുതലായി കേരളത്തിൽ ടെസ്റ്റ് ചെയ്യുന്നു എന്ന് വേണം അതിന് മനസ്സിലാക്കാൻ. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസ് കുറവായത് അതവിടെ കൊറോണ വൈറസ് ഇല്ലാതെയല്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിലെ ആളുകൾ ഒന്നുകൂടി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടി മുന്നിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവർ കൂടുതൽ പേർ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടെന്ന് തോന്നുന്നവരെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന കാരണമാണ് ഇത് പെട്ടെന്ന് ഇപ്പോൾ ഉയരുന്നത്. കാരണം ജനുവരി മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ 22 പേരാണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് കോവിഡ് ബാധിച്ച്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ജാഗ്രത വേണം എന്നതാണ്. എന്തൊരു അസുഖമായിക്കൊള്ളട്ടെ, ഇപ്പൊ ചുമ, പനി എന്ന ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കൊറോണ വൈറസ് ഉള്ളവരിൽ കണ്ടുവരുന്നത്. അപ്പൊ അത്തരം ലക്ഷണങ്ങൾ കണ്ടുവരുന്നവർ സ്വയം ജാഗ്രത പാലിച്ച് ഇതിനെതിരെ മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഇപ്പോഴും എത്രത്തോളം ഇത് നമ്മുടെ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ആളുകൾ കുറച്ച്, നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ വിദ്യാസമ്പന്നരാണ്, ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും ചിലയിടങ്ങളിൽ